ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ മുളകിട്ടത് തയ്യാറാക്കിയാലോ. ചോറ്, കപ്പ അങ്ങനെ ഏത് വിഭവങ്ങളുടെ കൂടെയും വളരെ രുചികരമായി കഴിക്കാവുന്ന കുടംപുളിയിട്ട മീൻ മുളകിട്ടതാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മീൻകറി തയ്യാറാക്കി കാണിക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ മീൻകറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അതിന്. ആദ്യമായി മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ലവണ്ണം ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കരിയാതെ നോക്കണം. ഇത് ചെറുതായി കരിഞ്ഞാൽ പോലും കറിയുടെ ടേസ്റ്റ് വളരെ മാറ്റം വരുന്നതാണ്. ഇത് ഏകദേശം ചുവന്ന നിറമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് നല്ലവണ്ണം പൊട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വഴന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തന്നെ മിക്സ് ആകുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. ചെറുതീയിൽ 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എന്നാൽ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇവ രണ്ടും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തി മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മത്തി ഉടയാതെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് 2-3 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക.
ഇപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.